ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിഡൻ സ്പേസ്. നമുക്കിന്ന് പേപ്പർ ഉപയോഗിച്ചിട്ട് കുറച്ച് ട്യൂലിപ്പ് ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്ക്വയർ പീസസിൽ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പിങ്ക് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കളർ അടിച്ചെടുത്തതാണ് പിങ്ക് കളർ. അപ്പോൾ ഞാനെടുത്ത മെഷർമെൻറ്റ് 6x6 ആണ്. ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഡയഗണലി മടക്കി കൊടുക്കാം. എന്നിട്ട് ആ മടക്ക് നിവർത്തിയ ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഡയഗണലി മടക്കി കൊടുക്കണം മറ്റേ സൈഡിലേക്ക്. ബാക്കി മടക്കുകളെല്ലാം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മടക്കുന്ന പോലെ തോന്നും, പക്ഷേ വീഡിയോ കണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലൈൻസ് കാണും. പിങ്ക് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലപോലെ കാണാത്തത്. എന്നിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി നിങ്ങൾക്ക് മടക്കുമ്പോൾ ലൈൻസ് ആയിട്ട് കാണാൻ പറ്റും, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ കൊണ്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇത് കട്ട് ചെയ്ത ശേഷം ഞാൻ കൈ കൊണ്ട് കാണിക്കുന്ന ഭാഗത്തൊന്ന് ട്രയാങ്കിളായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് 4 സൈഡിലും. എന്നിട്ട് നമുക്കൊന്ന് മടക്കിയെടുത്ത ശേഷം ഞാൻ കൈ കൊണ്ട് കാണിക്കുന്ന ആ പോയിന്റിലൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് സ്റ്റെം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോളാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ മടക്കി വെച്ച ട്രയാങ്കിൾ ഭാഗത്തൊക്കെ ഒന്ന് ഗ്ലൂ തേച്ച ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുത്ത ശേഷം കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പെറ്റൽസ് ഒന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്ലവർ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്ലവേഴ്സ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ എല്ലാ പെറ്റൽസ് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീവ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഗ്രീൻ പേപ്പർ ഒന്ന് മടക്കി ലീഫിൻ്റെ സ്ട്രക്ചറിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നീളത്തിലുള്ള ലീവ്സാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലീവ്സൊക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് കുറച്ച് ഒറിജിനൽ ലുക്കിൽ കിട്ടും, അല്ലെങ്കിൽ അത് വടി പോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എല്ലാ ലീവ്സും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ സ്റ്റെമ്മാണ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കുറച്ച് വുഡൻ സ്റ്റിക്ക് ഒന്ന് ഗ്രീൻ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗ്രീൻ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് നമ്മളിതിലൊന്ന് ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ഒരു ഹോളിലൂടെ സ്റ്റിക്കൊന്ന് കയറ്റി കൊടുത്ത ശേഷം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നമ്മൾ സ്റ്റെം അതിലൊന്ന് സ്റ്റേബിളായി നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒട്ടിച്ച് കൊടുത്താൽ ചിലപ്പോൾ അത്ര സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഫ്ലവറിൽ ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്. അപ്പോൾ നമ്മൾ എല്ലാ ഫ്ലവർ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലീഫ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലീഫ് നമ്മൾ 2 സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും. അപ്പോൾ നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഫ്ലവേഴ്സ് എല്ലാം ഇതുപോലെ സ്റ്റെമ്മും ലീഫും വെച്ച് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലവർ വേസിൽ വെക്കാം, അതുപോലെ തന്നെ ബൊക്കറ്റ് ഉണ്ടാക്കാം. നമ്മളൊരു ബൊക്കറ്റ് ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂലിപ്പ് ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ക്രാഫ്റ്റ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.